ഒന്ന് കാട്ടാളൻ എന്ന മൂവിയെ പറ്റിയാണ്. മൂവിനെ പറ്റി പറയുമ്പോൾ തന്നെ ആദ്യം ഇതിൻ്റെ പോസിറ്റീവ് പറയാം. പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മ്യൂസിക്, കളർ ടോൺ, ക്യാമറ കൈകാര്യം ചെയ്തുള്ളൂ. ഇതിൻ്റെ ആക്ഷൻ സീക്വൻസും ഒക്കെ അടിപൊളിയാണ്. പക്ഷേ മൂവിനെ പറ്റി ടോട്ടലി പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. പുഷ്പയും അതേപോലെ തന്നെ നമ്മുടെ KGF ഒക്കെ കൂടി മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റൂ. അതേപോലെ പുഷ്പയിൽ നമുക്കറിയാം അതിൽ രക്തചന്ദനമാണ്, ഇതിൽ KGF ഗോൾഡാണെന്നറിയാം. അതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക, വേറൊരു വേഷം പോലെയാണ് എനിക്ക് മൂവി ഫീൽ ചെയ്തത്. എന്ന് കഴിഞ്ഞാൽ പടം ടോട്ടലി ആർക്കും അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയൊന്നും അല്ല. ലൈക്ക് ഇതിൽ കുറേ ഒരുപാട് മൊമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാലും അതിൽ ഒന്നും നമ്മളെ പിടിച്ചിരുത്തുന്നില്ല മൂവി. പിന്നെ ആവശ്യമില്ലാത്ത BGM ഒരുപാട് കയറി വരുന്ന പോലെ നമുക്ക് നന്നായി ഫീൽ ചെയ്യും. ഈ മൂവിയിലെ മ്യൂസിക് പടം തുടങ്ങി കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തലവേദന എടുത്ത് തുടങ്ങും. പിന്നെ എനിക്ക് ആകെ കൂടി ഒരു പോസിറ്റീവ് പറയാൻ തോന്നിയത് നമ്മുടെ തെലുങ്ക് നടൻ സുനിലാണ് മേജറായിട്ടുള്ള ഒരു റോള് ചെയ്തിട്ടുള്ളത്. പുള്ളി ഇതിൽ കുറച്ച് രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഇതിൽ നായകൻ പെപ്പയാന്നുള്ള കാര്യം. പെപ്പയ്ക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂവിയിൽ ഒരു പേജ് ഡയലോഗ് പോലും ഇല്ല എന്ന് വേണം പറയാൻ. അത്രയും ഭയങ്കര കുറച്ച് ഡയലോഗേ ഉള്ളൂ പെപ്പയ്ക്ക്. ഒപ്പം തന്നെ ഈ മൂവിയിൽ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഹനാൻ ഷാ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ഡയലോഗ് പോലും ഇല്ല ഹനാൻ ഷായ്ക്ക്. സ്ക്രീനിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വരും. ചില സമയത്ത് നമ്മൾ ആലോചിക്കും എവിടെ പോയി എന്നുള്ളൊരു ഇതിൽ. അതേപോലെ തന്നെ ആലപ്പുഴ ജിങ്കാനയിലെ ഒരു പയ്യനും ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. പുള്ളി അതെ ഇടയ്ക്ക് വരും, പിന്നെ പോവും, പിന്നെ കാണില്ല. അങ്ങനെയൊക്കെയാണ് പടം. ബേസിക്കലി ഇതങ്ങനെ എന്താ പറയുക, തിയേറ്ററിലൊക്കെ പോയി കാണുന്ന ഒരു പടം എന്നൊന്നും പറയാനില്ല. എന്നിരുന്നു കഴിഞ്ഞാൽ ആക്ഷൻ സീക്വൻസും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ മൂവി ഇഷ്ടപ്പെടുമായിരിക്കും. അത്രേ പറയാനുള്ളൂ. സോ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.